ഗാന്ധി സ്മൃതി പോലും സംഘപരിവാറിനെ ഭയപ്പെടുത്തുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗാന്ധി ജയന്തിയുടെ തലേദിവസം തന്നെ RSSനെ ആദരിക്കാൻ മോദി സർക്കാർ തെരഞ്ഞെടുത്തത് ഇതിന്റെ തെളിവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഗാന്ധിജിക്ക് പകരം സവർക്കറെ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നവരെ മതനിരപേക്ഷ സമൂഹം തുറന്നു കാട്ടണമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ഗാന്ധി ജയന്തി ദിനത്തിൽ RSSനെതിരെ കടുത്ത വിമർശനവുമായി മുഖ്യമന്ത്രി രംഗത്ത് വന്നിരിക്കുന്നു. ഗാന്ധിജിയുടെ ഓർമ്മകൾ പോലും സംഘപരിവാറിനെ ഭയപ്പെടുത്തുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഗാന്ധി ജയന്തിയുടെ തലേ ദിവസം RSSനെ ആദരിക്കാൻ മോദി സർക്കാർ തെരഞ്ഞെടുത്തു എന്നുള്ളത് ഇതിൻ്റെ തെളിവാണ് എന്നും മുഖ്യമന്ത്രി പറയുകയാണ്. ഗാന്ധിജിയുടെ ഓർമ്മകളെ ഇത്രമാത്രം ഭയപ്പെടുന്നു. അതേസമയം തന്നെ ഗോഡ്സെയ്ക്ക് ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും ഗോഡ്സെയ്ക്ക് പൂമാല അണിയിക്കുകയും ചെയ്യുകയാണ് RSSുമായി ബന്ധപ്പെട്ട ആൾക്കാർ. ഇതിൻ്റെ വൈരുദ്ധ്യമാണ് മുഖ്യമന്ത്രി തുറന്നു കാട്ടുന്നത്. ഇന്നലെയാണ് ഗാന്ധിജിയുടെയും RSSൻ്റെ പതാക വഹിച്ച ഭാരതാംബയുടെയും ചിത്രമടങ്ങുന്ന പോസ്റ്റേജ് സ്റ്റാമ്പ് അടക്കം പുറത്തിറക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി മാനസ ചേരുകയാണ്. മാനസ, ശക്തമായി സംഘപരിവാറിനെതിരെ പ്രതികരിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? തീർച്ചയായും ഷമ്മി, സംഘപരിവാറിനെതിരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ പരാമർശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ RSSന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ തപാൽ സ്റ്റാമ്പും നാണയവും പുറത്തിറക്കിയത്. ഇത് കേന്ദ്രത്തിൻ്റെ തന്നെ ഒരു അംഗീകാരം സംഘപരിവാറിന് നൽകുന്ന വിധത്തിലാണ് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഭരണഘടനയെ തന്നെ അവഹേളിക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനമാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന്, ദേശീയത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. RSSന് ഇങ്ങനെയൊരു അംഗീകാരം നൽകാൻ ഗാന്ധി ജയന്തിയുടെ തലേ ദിവസം തന്നെ എടുക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടാകുന്നു. തീർച്ചയായും സവർക്കറെ മുൻപന്തി അല്ലെങ്കിൽ സവർക്കർക്ക് ഒരു മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഇത്തരത്തിലൊരു നീക്കം എന്ന് പറയുന്നത് അത് തീർത്തും ഭരണഘടനാ വിരുദ്ധ തന്നെയാണ് എന്ന് തന്നെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിൽ ഗാന്ധി സ്മൃതി പോലും സംഘപരിവാർ ഭയപ്പെടുന്നതിൻ്റെ തെളിവാണ് ഈ തലേ ദിവസം, അതായത് ഗാന്ധി ജയന്തിയുടെ തലേ ദിവസം തന്നെ ഇത്തരത്തിലൊരു കേന്ദ്ര അംഗീകാരം സംഘപരിവാറിന് നൽകുന്ന രീതിയിലേക്ക് ഒരു തീരുമാനം കൈക്കൊള്ളുന്നത്. RSSന്റെ ചിഹ്നവും അതോടൊപ്പം തന്നെ പ്രതീകവുമായ ഇത്തരം കാര്യങ്ങൾ പ്രകാശനം ചെയ്യുന്നതിലൂടെ ഭരണഘടനയും അവഹേളിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നതും സൂചിപ്പിക്കുന്നു. ഒപ്പം തന്നെയാണ് ഈ കാലങ്ങളിലൊക്കെയും തന്നെ സംഘപരിവാറിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന എല്ലാ നീക്കങ്ങളും നമ്മൾ കണ്ടതാണ്, വീക്ഷിച്ചു വരികയാണ്. അതിനോടൊപ്പം തന്നെ ഇത്തരത്തിലൊരു തീരുമാനം അല്ലെങ്കിൽ ശക്തമായ തീരുമാനം അല്ലെങ്കിൽ നിലപാട് തുറന്നു പറയുക എന്നത് ഈ കേരളത്തിൽ നിന്ന് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. രാവിലെ മന്ത്രി വി ശിവൻകുട്ടിയും ഇത്തരത്തിൽ ഉള്ള ഒരു കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് തന്നെ മന്ത്രിയും സൂചിപ്പിക്കുന്നു. പിന്നാലെയാണ് ഗാന്ധി ജയന്തി ആശംസയിൽ മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരാമർശിച്ചിരിക്കുന്നത്. രൂക്ഷ വിമർശനം തന്നെയാണ്. കാരണം ഇത്തരത്തിലൊരു സംഘടനയെ കേന്ദ്രം അംഗീകരിക്കുമ്പോൾ അതിൽ ഗാന്ധിയുടെ പ്രാധാന്യം അല്ലെങ്കിൽ ഗാന്ധിയുടെ പ്രാധാന്യത്തെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രവണത ഒക്കെയും തന്നെയാണ്. ആ പ്രവണതകളൊക്കെയും തന്നെ കാട്ടിയ സംഘപരിവാറിനെയാണ് ഇപ്പോൾ കേന്ദ്ര അംഗീകാരം നൽകി മുൻപന്തിയിൽ എത്തിക്കുന്ന അല്ലെങ്കിൽ പ്രശംസിക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നത്. തീർത്തും ഇത് ജനാധിപത്യ സമൂഹം കാണണം അല്ലെങ്കിൽ തുറന്നു കാട്ടും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചിരിക്കുന്നത്. ഗാന്ധിജിക്ക് പകരം സവർക്കറെ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നവരുടെ ഇത്തരം നീക്കങ്ങൾ മതനിരപേക്ഷ സമൂഹം തീർച്ചയായും തിരിച്ചറിഞ്ഞ് തുറന്നു കാട്ടുക തന്നെ ചെയ്യും എന്ന് മുഖ്യമന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിനു മുൻപും ഇത്തരത്തിൽ സ്വാതന്ത്ര്യ ദിനത്തോടൊപ്പം തന്നെ ഇത്തരത്തിൽ സവർക്കറെ പ്രതീകമാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയും തന്നെ ഇവിടെ നടന്നിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയായാണ് ഇത്തരത്തിൽ ഗാന്ധി ജയന്തിയുടെ തലേ ദിവസം തന്നെ ഇത്തരത്തിലൊരു കേന്ദ്ര അംഗീകാരം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഈ സംഘപരിവാറിന് RSSന് ഉണ്ടാകുന്നത്. ഇത് തീർച്ചയായും ജനാധിപത്യ സമൂഹം തുറന്നു കാട്ടുക തന്നെ ചെയ്യും എന്ന തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പരാമർശിച്ചിരിക്കുന്നത്. ഒപ്പം ഗാന്ധി ജയന്തി ആശംസകളും മുഖ്യമന്ത്രി നേർന്നു. ഷമ്മി, മാനസിയാണ് വിശദാംശങ്ങൾ നൽകിയത്.